നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച രാത്രിയോടെ തീരപ്രദേശത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതായും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കായുള്ള മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് രക്ഷാധികാരി VG വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷനായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിരന്തര കുതിരകയറ്റം അവസാനിപ്പിക്കണമെന്ന് ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആലപ്പുഴ തുമ്പോളി പരസ്പര സഹായ നിധിയുടെ ഈ വർഷത്തെ സാമൂഹ്യ സേവാ പുരസ്കാരം വിതരണം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന പുരസ്കാരം വെറ്റിനറി ഡോക്ടർ കൂടിയായ ഡോക്ടർ PD കോശിക്കാണ് നൽകിയത്. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ആലപ്പുഴ ജനറൽ ആശുപത്രി കെട്ടിടം ഈ വർഷം ഓഗസ്റ്റിൽ തുറക്കുമെന്ന് അമ്പലപ്പുഴ MLA H. സലാം. പുതിയ കെട്ടിടം തുറക്കുന്നതോടെ നിലവിലെ എല്ലാ ഔട്ട് പേഷ്യന്റ് വിഭാഗവും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും MLA. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച രാത്രിയോടെ തീരപ്രദേശത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതായും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. 16-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലടക്കം 17-ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഞായർ രാത്രി 7 മണി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ ബോട്ട്, വള്ളമടക്കം മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാമെന്നും അധികൃതർ അറിയിച്ചു. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കായുള്ള മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് രക്ഷാധികാരി VG വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കായുള്ള മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ വലിയകുളം ഉമ്മസലി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ലോകത്ത് ഓരോ രക്ഷിതാവിന്റെ ആഗ്രഹം പോലെ നമ്മുടെ മക്കൾ ജീവിതത്തിൽ വിജയം കുറിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം പരമാവധി നേടിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യമായി നമ്മൾ രക്ഷകർത്താക്കൾ കണക്കാക്കണം. ഇപ്പൊ അങ്ങനെ തന്നെ കണക്കാക്കി തന്നെയാണ് എല്ലാ കുടുംബവും പോകുന്നത്. അങ്ങനെയാണ് ഏതൊരു കുടുംബത്തിന്റെയും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നോക്കിയാൽ വിദ്യാഭ്യാസമാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രയോറിറ്റി നോക്കിയാൽ വിദ്യാഭ്യാസമാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ ഒരു മുൻഗണന നോക്കിയാൽ വിദ്യാഭ്യാസം പ്രധാന കാര്യമാണ്. അത് സാമ്പത്തികമായി മെച്ചമായ കുടുംബമാണെങ്കിലും സാമ്പത്തികമായി പ്രയാസമുള്ള കുടുംബമാണെങ്കിലും ആ കുടുംബത്തിന്റെ എല്ലാം ഒരു ഒന്നാമത്തെ പരിഗണന ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ്. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രക്ഷാധികാരിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഉപാധ്യക്ഷനുമായ VG വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർമാരായ B നസീർ, നിജിത ഹാരിസ്, ക്ലാരമ്മ പീറ്റർ, മേരി ലീന, B അജേഷ്, കയർഫെഡ് വൈസ് ചെയർമാൻ R സുരേഷ്, മുൻ കൗൺസിലർ KJ പ്രവീൺ, വട്ടയാൾ സ്കൂൾ ഹെഡ് മിസ്ട്രസ് എലിസബത്ത് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് VK നാസറുദ്ദീൻ സ്വാഗതവും സെക്രട്ടറി ഷെരീഫ് കുട്ടി നന്ദിയും പറഞ്ഞു.
SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വട്ടയാൽ സ്കൂളിനും പ്രദേശത്തു നിന്നും ഉയർന്ന മാർക്കോടെ MBBS കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ H. സലാം MLA ആദരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിരന്തര കുതിരക്കയറ്റം അവസാനിപ്പിക്കണമെന്ന് ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം സർക്കാരിന്റെ മുസ്ലിം പ്രീണനമാണെന്നുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിരുത്തരവാദിത്തപരവും വസ്തുതാവിരുദ്ധവുമായ പ്രസ്താവനയിൽ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. സാമൂഹിക നീതിക്കും മാനവികതയ്ക്കും മനുഷ്യ സൗഹാർദ്ദത്തിനുമായി രൂപീകൃതമായ SNDP യോഗത്തെ വർഗീയ പ്രസ്ഥാനമാക്കി മാറ്റുവാനുള്ള ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ശ്രമം ഖേദകരമാണെന്നും ഈഴവ സമൂഹത്തിന്റെ വോട്ട് BJPക്ക് കൂടുതലായി ലഭിച്ചുവെന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി തനിക്കെതിരെ ഉണ്ടാകുമെന്ന ഭയപ്പാടാണ് വെള്ളാപ്പള്ളി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിഞ്ഞതെന്നും ജമാഅത്ത് കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഉത്തരേന്ത്യയിലെ BJPക്ക് ഏറ്റ തിരിച്ചടിയുടെ കാരണം മുസ്ലിം പ്രീണനമാണോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കണമെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കമാൽ എം മാക്കിയിൽ, സംസ്ഥാന ട്രഷറർ CI പരീദ്, സീനിയർ വൈസ് പ്രസിഡന്റ് മാവൂടി മുഹമ്മദ് ഹാജി, ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ചാത്തനാട്, സിറാജുദ്ദീൻ ഫൈസി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാനപ്പെട്ടത് കേരളത്തിലെ മാനവ സൗഹാർദ്ദത്തിനും മനുഷ്യന്റെ സാമൂഹ്യമായ നന്മയ്ക്കും അങ്ങ് ഐത്തങ്ങളിലൂടെ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന്റെ പൊതുധാരയിലേക്കുള്ള യാത്രയ്ക്കുമായി രൂപീകൃതമായ മഹത്തായ ശ്രീനാരായണ പ്രസ്ഥാനം SNDP യോഗം അതിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ മുസ്ലിം സമുദായത്തെ വളരെയേറെ കോർണർ ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും ആ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതോടുകൂടി തീർന്നു എന്നാണ് ഞങ്ങൾപ്പെട്ടവരൊക്കെ കരുതിയത്, അല്ലെങ്കിൽ പൊതുസമൂഹം കരുതിയത്. പക്ഷേ എവിടെയൊക്കെ ഒരു ശാഖായോഗത്തിന്റെയോ ഒരു യൂണിയന്റെയോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകരുടെയോ മുന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പർപ്പസ്ഫുള്ളായി പറയുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ആലപ്പുഴ ജനറൽ ആശുപത്രി കെട്ടിടം ഈ വർഷം ഓഗസ്റ്റിൽ തുറക്കുമെന്ന് H. സലാം MLA പറഞ്ഞു. പുതിയ കെട്ടിടം തുറക്കുന്നതോടെ നിലവിലെ എല്ലാ ഔട്ട് പേഷ്യന്റ് വിഭാഗവും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും MLA കൂട്ടിച്ചേർത്തു. നിർമ്മാണം പൂർത്തിയാക്കിയ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം ഓഗസ്റ്റിൽ നാടിന് സമർപ്പിക്കുമെന്ന് H. സലാം MLA അറിയിച്ചു. പുതിയ കെട്ടിടം തുറക്കുന്നതോടെ മുഴുവൻ ഔട്ട് പേഷ്യന്റ് വിഭാഗവും ഇവിടേക്ക് മാറ്റും. കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും ഉപകരണങ്ങളും ഫർണിച്ചറും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയ ശേഷം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റിൽ നടത്താമെന്ന് MLA യോഗത്തിൽ പറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ ചേർന്ന ആശുപത്രി ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. ഫാർമസി, ലാബ്, റേഡിയോളജി വിഭാഗങ്ങൾ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ OPയും പുതിയ കെട്ടിടത്തിലേക്ക് മാറും. MRI, മാമോഗ്രാം, എക്സ്റേ എന്നിവയുടെ ഇൻസ്റ്റലേഷൻ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. പകുതിയിലേറെ മെഡിക്കൽ ഉപകരണങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ CT, അൾട്രാസൗണ്ട് ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും. പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിന് 117 കോടി രൂപയാണ് ചെലവഴിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടിടവും കൈമാറിയിട്ടുണ്ട്. മെഷീനറികൾ സ്ഥാപിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നും H. സലാം MLA കൂട്ടിച്ചേർത്തു. യോഗത്തിൽ നഗരസഭാധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ, DMO ജമുന വർഗീസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ, RMO ഡോക്ടർ M. ആശ, മുനിസിപ്പൽ എഞ്ചിനീയർ ഷിബു നാലപ്പാട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അലിസ്റ്റർ, ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ആലപ്പുഴ തുമ്പോളി പരസ്പര സഹായ നിധിയുടെ ഈ വർഷത്തെ സാമൂഹ്യ സേവാ പുരസ്കാരം വിതരണം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന പുരസ്കാരം വെറ്റിനറി ഡോക്ടർ കൂടിയായ ഡോക്ടർ PD കോശിക്കാണ് ലഭിച്ചത്. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കഴിഞ്ഞ 45 വർഷങ്ങളായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയായ പരസ്പര സഹായനിധിയുടെ ഈ വർഷത്തെ സാമൂഹ്യ സേവാ പുരസ്കാരം സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ PD കോശിക്ക് നൽകി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിസ്വാർത്ഥ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് സാമൂഹ്യ സേവാ പുരസ്കാരം നൽകി PD കോശിയെ ആദരിച്ചത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയ പുരസ്കാരം പരസ്പര സഹായനിധി ഹാളിൽ സംഘടിപ്പിച്ച സാംസ്കാരിക വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് വിതരണം ചെയ്തു. നമ്മുടെ ചുറ്റുപാടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ
സജീവമായി ഇടപെട്ടുകൊണ്ടൊരു പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കും. സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിക്കണമെങ്കിൽ വളരെ പ്രയാസകരമാണ്. 10-30 വർഷം മുമ്പ് ക്ലബ്ബുകളുടെ ഒരു പ്രളയം തന്നെയുണ്ട്. ക്ലബ്ബുകളുടെ 30 വർഷം മുമ്പ് ഓണക്കാലം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർഡിൽ തന്നെ ഉണ്ടാവും 3, 4, 5 ഓണാഘോഷ പരിപാടി. അതെല്ലാം ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോൾ അത്തരം ക്ലബ്ബുകളൊന്നും കാണാനില്ല. വായനശാലകളുടെ എണ്ണം കുറഞ്ഞു. നേരത്തെ പൊതുസമ്മേളനവും NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തിരുന്നു. സമ്മേളനത്തിൽ പരസ്പര സഹായനിധി പ്രസിഡന്റ് P. ജ്യോതിസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി HD രാജേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാരായ DP മധു, മോനിഷ ശ്യാം, മുൻ കൗൺസിലർ ബീന ജോസഫ്, സൗഹൃദ ആലപ്പുഴയുടെ കൺവീനർ R. പ്രദീപ്, E. ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. പരസ്പര സഹായനിധി ഉപാധ്യക്ഷൻ KS സജി ചടങ്ങിന് നന്ദി പറഞ്ഞു. പുരസ്കാര ദാന ചടങ്ങിനോടനുബന്ധിച്ച് 30ഓളം യുവതികൾക്ക് പുതുവസ്ത്രങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച രാത്രിയോടെ തീരപ്രദേശത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതായും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കായുള്ള മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് രക്ഷാധികാരി VG വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷനായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിരന്തര കുതിരകയറ്റം അവസാനിപ്പിക്കണമെന്ന് ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആലപ്പുഴ തുമ്പോളി പരസ്പര സഹായ നിധിയുടെ ഈ വർഷത്തെ സാമൂഹ്യ സേവാ പുരസ്കാരം വിതരണം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന പുരസ്കാരം വെറ്റിനറി ഡോക്ടർ കൂടിയായ ഡോക്ടർ PD കോശിക്കാണ് നൽകിയത്. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ആലപ്പുഴ ജനറൽ ആശുപത്രി കെട്ടിടം ഈ വർഷം ഓഗസ്റ്റിൽ തുറക്കുമെന്ന് അമ്പലപ്പുഴ MLA H. സലാം. പുതിയ കെട്ടിടം തുറക്കുന്നതോടെ നിലവിലെ എല്ലാ ഔട്ട് പേഷ്യന്റ് വിഭാഗവും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും MLA. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.